Cyclic group. Another type of group is cyclic group. What is meant by cyclic group? So first of all, suppose G star is a group. ആദ്യം നമുക്കൊരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. Okay. So ഈ ഗ്രൂപ്പ്, this G is called cyclic. So this is a cyclic group if every element in X can be represented as a raised to n. Okay. For every x in G, അതായത് ജിനകത്തുള്ള എല്ലാ എക്സിനെയും എയും ജിയിലുള്ളത് തന്നെ. ഓക്കെ, ജിയിലുള്ള എലമെൻറ്റിൻ്റെ ഒരു പവറായിട്ട് എഴുതാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ഒരു സൈക്ലിക് ഗ്രൂപ്പാന്ന് പറയാം. ഓക്കെ, സോ എ ഗ്രൂപ്പ് ഇസ് സൈക്ലിക് ഇഫ് എവറി എലമെൻറ്റ് ഇൻ ജി എക്സ് ഇസ് ഈക്വൽ ടു എ റൈസ് ടു എൻ ഫോർ സം എ ഇൻ ജി. എല്ലാ എലമെൻറ്റും നമുക്ക് എയിൻ്റെ എന്നായിട്ട് റൈസ് ടു എന്നായിട്ട് എഴുതാമെങ്കിൽ നമുക്ക് ഈ ഗ്രൂപ്പിനെ തന്നെ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയാം. ഓക്കെ, അപ്പം എക്സ് എന്ന് പറയുന്ന ജിയിലെ എലമെൻ്റ് ആണ്. അപ്പോൾ എയിൻ്റെ പവറായിട്ടാണല്ലോ എഴുതുന്നത്. സോ എ ഈസ് നോൺ ആസ് ദി ജനറേറ്റർ ഓഫ് ജി. ഓക്കെ, അപ്പോൾ ഇവിടെ ജനറേറ്റർ ആരാണ്? എ ആണ്. എ കൊണ്ടാണ് നമ്മൾ ജിനകത്തുള്ള ഗ്രൂപ്പിനകത്തുള്ള എല്ലാ എലമെൻസിനെയും ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ നമ്മളൊരു എക്സാമ്പിൾ നോക്കി. ജി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1 - 1 i - i. അപ്പോൾ ഇതിൽ എന്താണ്, ഇതിലെ എല്ലാ എലമെൻറ്റിനെയും എലമെൻറ്റിൻ്റെ കൊണ്ട് നമുക്ക് പവറായിട്ട് എഴുതാമല്ലോ. ഇപ്പോൾ 1 is equal to 1 raised to n എന്ന് എഴുതാം. -1 is equal to എങ്ങനെ എഴുതാം? -1 raised to n എന്ന് എഴുതാം. ഐനെ നമുക്ക് എങ്ങനെ എഴുതാം? i raised to n എന്ന് എഴുതാം. -iനെ എങ്ങനെ എഴുതാം? i raised to n എന്ന് തന്നെ എഴുതാമല്ലോ അല്ലേ? ഓക്കെ, അപ്പം ഐനെ i raised to n എന്ന് എഴുതാം. -iനെയും i raised to n, ദാറ്റ് ഈസ് i raised to 2 എന്താണ്? i raised to 2 - 1, i raised to 3 - i, i raised to 4 + 1 അല്ലേ? അപ്പം -iനെ എങ്ങനെ എഴുതാം? i raised to 3 എന്ന് എഴുതാം. അതുപോലെ ഇവിടെ എങ്ങനെ എഴുതാം? -1നെ i raised to 3 -1 i² എന്ന് എഴുതാം. 1നെയോ i raised to 4 എന്ന് എഴുതാം. അപ്പോൾ എല്ലാ എലമെൻറ്റും നമുക്ക് എങ്ങനെ എഴുതാം? സോ എവറി എക്സ് ഇൻ ജി ഈസ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു i raised to n അല്ലേ? അപ്പോൾ ഐ ആണ് ഇവിടുത്തെ ജനറേറ്റർ. അപ്പോൾ സൈക്ലിക് ഗ്രൂപ്പിനെ, അപ്പോൾ ഇവിടുത്തെ ജിനെ എങ്ങനെ എഴുതാം? ഐ കൊണ്ട് ജനറേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഇറ്റ് ഈസ് ജനറേറ്റഡ് ബൈ ഐ. അപ്പോൾ ജനറലി നമുക്ക് എങ്ങനെ എഴുതാം? എ എക്സ് ജി ഈസ് ഈക്വൽ ടു ജി ഈസ് ജനറേറ്റഡ് ബൈ എ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? എല്ലാ എലമെൻറ്റും ഐൻ്റെ പവറായിട്ട് എഴുതാം. സോ ഐ ഈസ് ദ ജനറേറ്റർ. ഐയും -i ഉണ്ടല്ലോ. -iൻ്റെ പവറായിട്ട് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. ഇതിൽ തന്നെ -i the whole square -1 ആണ്. -i the whole cube എന്തായിരിക്കും? -i × -i × -i. അപ്പം -i³ ആയി. അപ്പോൾ +i അല്ലേ? -i the whole raised to 4 ആണെങ്കിലോ അതും 1 ആയിരിക്കും. -i the whole raised to 1 -i. ഇപ്പോൾ എല്ലാ എലമെൻറ്റും ആയില്ലേ? 1 i -i 1. ഓക്കെ, സോ i and -i ആർ ദ ജനറേറ്റേഴ്സ്. അപ്പോൾ ഇതാണ് സൈക്ലിക് ഗ്രൂപ്പ്. അപ്പോൾ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എവറി എലമെൻറ്റ് ഇൻ ദ ഗ്രൂപ്പ് ഈസ് ജനറേറ്റഡ് ബൈ സം എലമെൻറ്റ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. ഓക്കെ.